വിഴിഞ്ഞം തുറമുഖം ഉടൻ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. MSCയുടെ കൂറ്റൻ കപ്പലിനെ മോദി സ്വീകരിക്കും. മുഖ്യമന്ത്രിയും ഗവർണറുമടക്കം പ്രമുഖർ വേദിയിൽ. ചടങ്ങിന് സാക്ഷിയാവാൻ പതിനായിരങ്ങളും. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി രാജ്ഭവനിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് തിരിച്ചു. ഉദ്ഘാടന ദിവസവും വിഴിഞ്ഞത്തിന്റെ അവകാശിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. രാഷ്ട്രീയ അവഗണന ചൂണ്ടിക്കാട്ടി മണ്ഡലങ്ങൾ തോറും കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടി. ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ പ്രസംഗം പങ്കുവെച്ച് പ്രതിപക്ഷ നേതാവ്. കല്ലറയിലെത്തി വിൻസെന്റ് MLA. തുറമുഖത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകേണ്ട കാര്യമില്ലെന്ന് MV ഗോവിന്ദൻ. നിയന്ത്രണ രേഖയിൽ 8ാം ദിവസവും പാക് പ്രകോപനം. കുപ്വാര, ബാരാമുള്ള, പുഞ്ച് എന്നിവിടങ്ങളിൽ വെടിവെപ്പ്. ശക്തമായി തിരിച്ചടിച്ച് സൈന്യം. ശ്രീനഗറിൽ സൈന്യത്തിന്റെ വ്യാപക പരിശോധന. സൈനിക അഭ്യാസവുമായി പാക് വ്യോമസേന. ഇന്ത്യ പാക് സംഘർഷം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ കൗൺസിൽ ഉടൻ ചേർന്നേക്കും. പാകിസ്ഥാനെതിരെ അതിർത്തിയിൽ തയ്യാറെടുപ്പുകൾ. കൂടുതൽ പടക്കോപ്പുകൾ എത്തിച്ചു. എന്തിനും സജ്ജമെന്ന് സേനകൾ. ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാക് കപ്പലുകൾക്ക് നിയന്ത്രണത്തിനും നീക്കം. പഹൽഗാം ഭീകരർ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകൾ കണ്ടെടുത്തു. മംഗളൂരുവിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. ബജ്രംഗ് ദൾ പ്രവർത്തകനായ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തി. 6-അംഗ സംഘം ആക്രമിച്ചത് ജനക്കൂട്ടം നോക്കി നിൽക്കെ. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്ന് ഹർജി. CMRL ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. SFIO അന്വേഷണം ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജിയിലും വാദം. ട്രംപ് ഭരണകൂടത്തിൽ അഴിച്ചുപണി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സിനെ മാറ്റി. നടപടി സുരക്ഷാ രഹസ്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോർന്നെന്ന ആരോപണത്തിന് പിന്നാലെ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായേക്കും.